ഇപ്പോൾ സാർ ഇതുവരെ ചെയ്ത പ്രോജക്ട്സിൽ ഇപ്പോൾ ക്ഷേത്ര നിർമ്മാണങ്ങളിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടായി തോന്നിയ ഒരു ക്ഷേത്രം ഏതായിരുന്നു നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സമയം എടുത്തിട്ട് ചെയ്ത ഒരു ക്ഷേത്രം ഏതായിരുന്നു? ഇപ്പോൾ നമ്മൾ ചെയ്ത ക്ഷേത്രങ്ങളിൽ, മഹാക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ചെങ്കൽ ശിവപാർവതി ക്ഷേത്രം വളരെ ഭംഗിയായിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണത്. അത് വളരെ നല്ല രീതിയിൽ ചെയ്ത ഒരു ക്ഷേത്രമാണ്. പിന്നെ അത് പൂർണ്ണ ക്ഷേത്രമാണ്, നമ്മളായിട്ട് തന്നെ പൂർണ്ണമായും നിർമ്മിച്ചു കൊടുത്ത ഒരു ക്ഷേത്രമാണ്. പിന്നെ ഭാഗികമായിട്ട് ചെയ്തതായിട്ടുണ്ട്, പഴയ ക്ഷേത്രത്തിൽ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പണിതതായ പല ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ എൻ്റെ നാട്ടിൽ ഒരു ക്ഷേത്രം പണിതിട്ടുണ്ട്. അത് വളരെ, അതായത് നെടിയതളി ക്ഷേത്രം, തളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. പഴയ കാലഘട്ടത്തിൽ നശിപ്പിക്കപ്പെട്ട ഒരു ക്ഷേത്രമായിരുന്നു. അപ്പോൾ അതിൽ വളരെ വലിയ ശിവലിംഗമായിരുന്നു, 5 അടി ഹൈറ്റിലുള്ള ശിവലിംഗമാണ്. ആ 5 അടി ഹൈറ്റിലുള്ള ശിവലിംഗം സംരക്ഷിച്ചുകൊണ്ട് പുതിയൊരു ക്ഷേത്രം ഉണ്ടാക്കി പ്രതിഷ്ഠ നടത്തി. അത് വളരെ കമനീയമായ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ എടുത്ത് പറയാൻ നമുക്ക് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, പറയുകയാണെങ്കിൽ ഒരുപാട് എടുത്ത് പറയാം. ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു ഓൾറെഡി ഉള്ളൊരു സാധനം നമ്മൾ പ്രൊട്ടക്ട് ചെയ്തത് അതിൽ നിന്ന് നമ്മൾ പുതിയത് ഉണ്ടാക്കുന്ന റിനോവേഷൻ എന്ന് പറയുന്നത്, അതിപ്പോൾ മിക്ക സ്ഥലത്തും ഭയങ്കര കൂടുതലാണ് നമ്മുടെ ഇവിടെ ചുറ്റും. അപ്പോൾ ഈ റിനോവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അമ്പലങ്ങളാണെങ്കിലും വീടുകളാണെങ്കിലും ആ പഴയ ഒരു പ്രതിഭ നിലനിർത്തിക്കൊണ്ട് വേണം പുതിയത് ഉണ്ടാക്കാന്ന് പല ആൾക്കാരും ഉണ്ടാകും. അത് ഭയങ്കര പാടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇന്നിപ്പോൾ അത് അനുവർത്തിക്കുന്നില്ല ആളുകൾ. ഈ പറഞ്ഞ ചോദ്യത്തിനുള്ളിൽ ഏറ്റവും പ്രധാനമായിട്ട് പഴമയിലും നല്ല ഭംഗിയായിട്ട്, കാരണം ഒരു ക്ഷേത്രം ഉണ്ടാക്കുന്നത് ആ സ്ഥപതി ആ കുറ്റി വെക്കുന്ന നേരത്തെ ഒരു മന്ത്രമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞയുണ്ട്. ഒരു തന്ത്രി അവിടെ ഒരു പ്രതിഷ്ഠ നടത്തുമ്പോൾ ഒരു പ്രതിജ്ഞയുണ്ട്. ആകൽപാന്തത്താശുഭാവേന ഭക്തിയ ദേവസീവം പ്രതിഷ്ഠാവിധസ്യാന്ന്, ഒരു കൽപ്പകാലം വരെ ഇരിക്കണമെന്നും പറഞ്ഞു കേട്ടാണ് ആ പ്രതിഷ്ഠ അവിടെ തന്ത്രി സ്ഥാപിക്കുന്നത്. അതേപോലെ തന്നെയുള്ളതായ നിയമത്തിലാണ് ഒരു സ്ഥപതി അവിടെ കുറ്റിവെക്കുന്നത്, ശംഖുസ്ഥാപനം ചെയ്യുന്നത്. അപ്പോൾ അത് കൽപ്പകാലം വരെ ഇരിക്കണമെന്ന് പറഞ്ഞു കേട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് ഈ പ്രകൃതിദത്തമായ ദ്രവ്യങ്ങൾ വേണം എന്ന് പറയുന്നത്. ആ പ്രകൃതിദത്തമായ ദ്രവ്യങ്ങളെ കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അത് പ്രകൃതി ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. ആ ക്ഷേത്രത്തിന് ജീർണോദ്ധാരണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജീർണോദ്ധാരണം, ഉദ്ധരേദ്വാ തഥാദ്രവ്യം എന്നാണ്. നമ്മൾ നിർമ്മിച്ചതായ ക്ഷേത്രം, ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം ഇപ്പോൾ നിർമ്മിച്ചിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാം. പത്മനാഭസ്വാമി ക്ഷേത്രം നമുക്കിപ്പോൾ അതിന് പുനർനിർമ്മാണം ചെയ്യണമെന്ന് പറഞ്ഞ് അത് കംപ്ലീറ്റ് ഇടിച്ച് പൊളിച്ച് കളഞ്ഞ് പുതിയൊരു ക്ഷേത്രം ഉണ്ടാക്കാനായിട്ട് നിയമമില്ല. മനസ്സിലായില്ലേ? കാരണം അത് ഇനിയും നൂറ്റാണ്ടുകൾ നിൽക്കും. മധുര മീനാക്ഷി ക്ഷേത്രം ഇനിയും 3600 വർഷം ഇനിയും നിൽക്കും, അത് പോകൂല. അപ്പോൾ ഒരു നിർമ്മിതി, ഒരു സ്ഥപതി അല്ലെങ്കിൽ ഒരു തന്ത്രി അതിൻ്റെ അകത്ത് പ്രതിഷ്ഠ നടത്തുകയും കുറ്റിവെച്ച് അതിൻ്റെ നിർമ്മാണം തുടങ്ങുകയും ചെയ്യുന്നത് കൽപ്പകാലം വരെ ഇരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലുള്ളൂ. ആ ക്ഷേത്രത്തിന് അതാത് കാലഘട്ടത്തിൽ വരുന്നതായ ജീർണതകളെ പരിഹരിക്കുക, ഇതാണ് പറയുന്നത്. അതാണ് ഉദ്ധരേദ്വാ തഥാ ദ്രവ്യം എന്ന് പറഞ്ഞത്. ദ്രവ്യം ഉദ്ധരേദ്വാ എന്നാണ് പറയുന്നത്. നമ്മൾ ആ ക്ഷേത്രത്തിലെ ഏത് ഭാഗത്തിനാണോ കേട് വന്നിരിക്കുന്നത് ആ ഭാഗം മാത്രം നമ്മൾ ഉദ്ധരിക്കുക, കേട് വന്നതിനെ തിരിക്കും. ഒരു കഴുക്കോല് കേട് വന്നു, ആ ഒരു കഴുക്കോല് മാത്രം മാറ്റുക. അല്ലാണ്ട് ആ കഴുക്കോല് കേടായി എന്ന് പറഞ്ഞാൽ ആ അമ്പലം മുഴുവൻ പൊളിക്കേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ അതാണ് നടക്കുന്നത്. എത്രയോ ക്ഷേത്രങ്ങളിൽ ഞാൻ ആ സ്ഥാപത്യം ഒഴിവാക്കി പോന്നിരിക്കുന്നു. ഞാൻ പറയും, ഇപ്പോൾ എനിക്കറിയാവുന്നൊരു ക്ഷേത്രമുണ്ട് അടൂരിനടുത്ത്. ആ അടൂരിനടുത്തുള്ള ആ ക്ഷേത്രത്തിൽ ഞാൻ അവിടെ ചെന്നു. വളരെ ഗമനീയമായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ പണിതു വച്ചിരിക്കുന്ന വളരെ ബൃഹത്തായതും മഹത്തായിട്ടുള്ളതായ ഒരു ക്ഷേത്രം, മരം കൊണ്ടും ഒക്കെ പണിതിരിക്കുന്ന ക്ഷേത്രം, കരിങ്കല്ല് കൊണ്ടൊക്കെ പണിതിരിക്കുന്ന ക്ഷേത്രം. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ ഇതിനെ പൊളിക്കുന്നത്, ഇതിൽ കുറച്ച് ജീർണതകളുണ്ട്. പുറത്ത് വച്ചിരിക്കുന്നതായ അതിൻ്റെ ഭിത്തികൾക്ക് അതൊക്കെ മരമാണ്. ആ ഭിത്തികൾക്കൊന്നും പ്രഭാംഗം എന്നാണ് പറയുന്നത്, ആ പ്രഭകൾക്കൊന്നും കേടില്ല. അതുപോലെ മഹനീയമായിരിക്കുന്ന കമനീയമായിരിക്കുന്നതായ ചിത്രവേലകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഒരു കേടുമില്ലാത്ത ചിത്രങ്ങൾ, അതായത് മഹാവിഷ്ണുവിൻ്റെയും അങ്ങനെ എല്ലാ ആളുകളുടെയും ദേവതകളുടെയൊക്കെ പടങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്, ചിത്രങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് എന്തിനാ പൊളിക്കുന്നത്?
കേടുവന്നിരിക്കുന്ന ഭാഗം നിങ്ങൾ ഉദ്ധരിക്കുക. മുകളിൽ കേട് വന്നിട്ടുണ്ടെങ്കിൽ ആ മുകളിൽ ഇത് മാറ്റുക. ആ ക്ഷേത്രം പൂർണ്ണമായി പൊളിച്ച് ആ ഒരു പൈതൃകത്വം പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പൈതൃകമാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ആ ദേവന് പൈതൃകം നഷ്ടപ്പെടുത്താൻ ആ ദേവൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യനാണ് ഈ പൈതൃകം വേണ്ട എന്ന് ഉദ്ദേശിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ അത്രയും ജീർണത നമ്മളുടെ ഈ വാസ്തുശാസ്ത്രത്തിലും മറ്റൊക്കെ വന്നു കഴിഞ്ഞു. അത് ഒരിക്കലും അനുവദനീയമായ കാര്യമല്ല. നമ്മൾ ഈ എത്ര കണ്ട് പഴക്കം ചെല്ലുന്നു അത്രത്തോളം ആ ചൈതന്യവും അതിൻ്റെ പ്രൗഢിയും നിലനിൽക്കുകയുള്ളൂ. അതിനെ നമ്മൾ സംരക്ഷിക്കുകയാണ് വേണ്ടത്, അല്ലാതെ പൊളിച്ചു കളയല്ല വേണ്ടത്. അതിനോട് ഞാൻ പൂർണ്ണമായും ഞാൻ എതിർപ്പാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് തച്ചുശാസ്ത്രം ആ സ്ഥാപത്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു വിരോധമില്ല. കാരണം എനിക്ക് സ്ഥാപത്യം നമുക്ക് കാശ് മാത്രമല്ല ഉണ്ടാക്കേണ്ടത്. ആ ഒരു പവിത്രത അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാക്കപ്പെട്ടതായ നിർമ്മിതി ഇനിയും ഒരു തലമുറ നിൽക്കുകയാണെങ്കിൽ അതാണ് പവിത്രത. അതിൽ ആ ദ്രവ്യത്തെ മാത്രമേ ഉദ്ധരിക്കാൻ പാടുള്ളൂ. അത് തെറ്റായ നടപടികളാണ്. അതിലേക്ക് ആരും പോകരുത്. നല്ല ക്ഷേത്രങ്ങൾ പണിതിട്ട് അതിനേക്കാളും ഭംഗിയായ രീതിയിൽ പണിയുണ്ട്, അതിട്ട് പണിയാനിട്ട് അറിയില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ വാസ്തുശാസ്ത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ എനിക്ക് എതിർപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരുപാട് സംശയങ്ങളും വാസ്തുവിനെ പറ്റിയുള്ള സംശയങ്ങളൊക്കെ തീർത്താൻ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നല്ല നല്ല ഒരുപാട് അമ്പലങ്ങളും വീടുകളൊക്കെ പണിതേട്ടെ. താങ്ക് യു സോ മച്ച്.